അതിലിപ്പോ 400 എന്നാ സുനിയും കൂടെ മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടാവുമല്ലോ. ഡു ടേക്ക് മെമ്പർഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് സൂപ്പർ ചാറ്റ്സ്. സൂപ്പർ ചാറ്റ്സ് മെമ്പർഷിപ്പ് എടുക്കുക ഗൈസ്. ലെറ്റ്സ് ഗോ ഫോർ 1000. നമ്മള് എത്രടാ ഒന്ന് അപ്ഡേറ്റ് ചെയ്യടാ. എവിടെ 5000 ഷെയർ ഉണ്ട്. എടാ അവര് കുറെ ആളിട്ടില്ലടാ അവിടെ. വയ്യടി കയ്യില് കേറി എടുത്തോളാം ഞാൻ. വണ്ടി കയറാ അങ്ങോട്ട് അടിച്ച് ഞാൻ കാലൊടിക്കുവേ. കേറ് 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 കേറ്. നടന്നു മൈൽസാ. ഹലോ അവന്റെ കൂടെ നോക്കാം. നിങ്ങള് മേഡ് ഫോർ ഈച്ച് അതർ കൊണ്ടുപോയി എന്താണ് ഇനി അതിനകത്ത് ഇറക്കി വിടുവേ. കേട്ടില്ലേ കിടന്ന് കരയും. അവനോട് ഇറക്കിവിട് എടാ വെയിറ്റ് ഇടാ. ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട്. വെക്കാന്നില്ല. എന്റെ ലോക്കറിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടോ. അതുകൂടി ടോട്ടല് 600 സംതിങ് വരും. 610 620 സീറൊക്കെ വരും. മൊത്തത്തിൽ എത്ര പേര് തന്നു? അപ്പൊ കൂട്ടി 12 പേര് കൂട്ടി 50 സീറോ വെച്ച് 10. നമ്മളെത്ര ഇപ്പൊ വന്നത് 13 അല്ലെങ്കിൽ 14 പേര് വന്നു. മനസ്സിലായോ? ചന്ദ്രന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി 14 പേര് വന്നു. 14 പേര് ഒന്നും ചന്ദ്രൻ തന്നില്ല. നമ്മളെല്ലാം കൂടി വീട് എന്തെങ്കിലും പറഞ്ഞു. ക്ലച്ച് എന്നൊരു എന്റെ കയ്യിൽ നിന്ന് പോയോ? ഇല്ലല്ലോ. വീട് ചാറ്റി വന്നു. ഫോം ചെയ്ത സ്ഥലത്തോട്ട് വന്നേണ. അവന് പേടിയില്ലെന്ന്. ഒന്ന് വന്നേണ 3 അവന്മാരെ പോണ്ട്. അവന്മാരെ 3 എണ്ണത്തെ കൺവേർട്ട് ചെയ്യണേ. സിറ്റുവേഷൻ ആണ്. അണ്ണനെ കൊണ്ടുപോണോ? അണ്ണനെയാ? അണ്ണന്റെ കയ്യിലാണോ? അണ്ണൻ എന്നെ പേടിക്കുന്നത്? ഞാൻ അടിച്ചാളാണ്. വണ്ടിയാണോ ട്രക്കാണോ? ഹലോ ഹലോ ബ്രോ. ഹലോ ഹലോ ബ്രോ സംസാരിക്കാം. സംസാരിക്കാം. പേടിയില്ലെന്ന്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേടിയില്ലേ? ബ്രോ എന്താ പ്രശ്നം? എന്താ അല്ല ബ്രോ ഒന്നുമില്ല ബ്രോ. ഒരു മിനിറ്റ് ബ്രോ. നമ്മൾ എന്താ ഉണ്ടായിക്കണെന്ന് ബ്രോക്കും അറിയാം നമുക്കും അറിയാം. ഈ ബ്രോര് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ പുള്ളിക്കാരൻ വന്ന് പെട്ടെന്ന് വന്ന് ഞങ്ങൾ ഇടിച്ചു. ആ ഇടിക്കുന്നതിൽ ഇയാൾ ഡൗൺ ആയി. ബോധം പോയി ഇയാളുടെ. ഇയാളെ ഞാൻ വഴിയിൽ നിന്ന് വന്ന് പരിചയപ്പെട്ടു. ഞങ്ങളെ വഴിക്കുന്നാണ് പരിചയപ്പെട്ടത്. അതിന്റെ ഇടയിൽ വന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് കുറച്ച് മിസ്റ്റേക്ക്. റോട്ടിലാണ് ഞങ്ങൾ മെയിൻ റോട്ടിലാണ് സംസാരിച്ചത്. അല്ല ഞാൻ പറയാം. ഈ പുള്ളി ഓൾറെഡി ഡൗൺ ആയി അവിടെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തിൽ വണ്ടി കയറ്റി ഇറക്കിയ ആള് ഡൗൺ ആയി. അല്ല അത് നമുക്ക് കുഴപ്പമില്ല. അത് എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറുന്നു. ട്രക്കാണോ എന്താണെന്ന് അറിയില്ല. വാട്ടവർ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് മാറുന്നു. അതില് പുള്ളിക്കാരൻ ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്താ നിങ്ങൾക്ക് വല്ല അവൻ പഠിച്ചിട്ട് റോഡ് പോലെ എന്റെ അടുത്ത് പെരുമാറി. ഞാൻ അങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല ബ്രോ. പറഞ്ഞ പോലെ സംസാരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു വണ്ടി എടുത്ത് പോയി. അപ്പൊ പിറുപിറുക്കി സംസാരിച്ചെണ്ണ എന്തോ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു വന്നേ ഞങ്ങള് മിസ്റ്റേക്ക്. ഞങ്ങള് മെയിൻ റോഡിൽ ബ്രോ കേട്ടോ ഞങ്ങൾ എന്താ സംസാരിച്ചെന്ന് ബ്രോ കേട്ടിട്ടില്ല. മറ്റവൻ പറഞ്ഞു പേടിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെന്തോ ഡയലോഗ് അടിക്കണ ട്രക്കുകാരുടെ പണി. ബ്രോ ഓടിച്ചിരുന്നത്. ഇതാണോ ട്രക്ക്?
ഇതല്ല truck, ഇതാ പുള്ളിയുടെ ഇതാ പുള്ളിയുടെ വണ്ടിയാ, പുള്ളിയുടെ ഹെൽപ്പ് ഡ്രോപ്പ് ചെയ്യാൻ ചോദിച്ചതാണ് ഇപ്പൊ എന്റെ bro. കൈക്ക് ബലക്കേടുണ്ടാക്കല്ലേ. ഓ ഓക്കെ ഓക്കെ. വണ്ടി എടുത്ത് പോടാ. ഓക്കെ പോയി ബെല്ലാ പൂപ്പി എടുത്ത് പോയി കളി. അതുപോലെ അപ്പുറത്ത് കളിക്കാൻ പറ്റില്ല. മെയിൻ റോഡാണ്. അതാ പറഞ്ഞ വണ്ടി മാറ്റാൻ. ബ്രോ വിട് വിട്ടാരെ അല്ല മോശം ഉണ്ട് കേട്ടോ ബ്രോ. എന്താ ആരാടാ മോശം? ബ്രോ ഇത് പ്രശ്നം സോൾവ് ആക്കിയല്ലേ വിടാൻ നോക്കുന്നത്. നിങ്ങളുടെ തന്നെ എന്ത് പറയാനാണ് ഞാൻ? അല്ല ഞാനൊന്നും പറഞ്ഞില്ല ബ്രോ. അതാ പറഞ്ഞ ഞങ്ങള് വിട്ടു. ഞാൻ മോശമാണ്. വിടാനാ പറഞ്ഞത്. പ്രശ്നം വിട്, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കാനാ പറഞ്ഞത്. വിട്ടു ബ്രോ വിട്ടു. നീ പണിയെടു മോശമാണെന്ന് പറഞ്ഞത് ഞാനെന്ത് മോശമായിട്ട് പറഞ്ഞു? ഞാനാ റേറ്റ് ചെയ്യാൻ. കാരണം മൊബൈൽ ഡ്രാ അങ്ങോട്ട് പോയി. ഹലോ ഹലോ സ്നൈപ്പേ അല്ല ബ്രോ ഇപ്പൊ നമ്മള് നല്ലൊരു സംസാരിക്കണം, മോശമാണെന്ന് പറയാനായിട്ട് സ്ഥിരം. അല്ല അവന്റെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, അതുകൊണ്ട് പറഞ്ഞു. അത് നിങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം. ഇവിടെ നമ്മളിപ്പോ ഗ്യാങ് ആണ്, അത് നമ്മൾ വന്നിട്ട് ഇവിടെ റോങ് ആയിട്ട് പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞ ബ്രോ വിട് ബ്രോ, ഇത് പ്രശ്നം തീർക്കാനല്ലേ പറഞ്ഞ. എന്റെ പൊന്നു ബ്രോ നമ്മൾ ഗ്യാങ് അല്ലേ. ബ്രോ ഗ്യാങ് ആണോ അല്ലെന്നുള്ളതല്ല, നമ്മളൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കില്ല ചെയ്യുന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ അവന്റെ ഗ്യാങ് ആണ്, എന്നിട്ട് ഞാൻ വന്നിട്ട് എന്റെ ഗ്യാങ്ങിന്റെ മെമ്പർ കാണിച്ചതാണ് ശരി എന്ന് ബ്രോ അടുത്ത് റോങ് ആവല്ലേ. ബ്രോ ഇത് വിട് ബ്രോനൊന്നും പറഞ്ഞില്ല. ബ്രോനൊന്നുമില്ല. ആ വിട് വിട് ബ്രോ വിട്. ശരിയാണ് സാർ, ശരിയാണ് സാർ. ഞാൻ മൂഞ്ചനായിരുന്നു KGF-ല്. എന്ത് പ്രശ്നം? എന്ത് അണ്ണാ അവന് അണ്ണാ സ്ഥിരമുള്ളതാണ്, അസ്ഥിരമുള്ളതാണ്. അത് ഇവനാര്? കൊറേ ദിവസമായിട്ടുള്ള വിട്ടത്. അത് KGF-ല് റോക്കി ബൈ. ശരിയാണ് സാർ. പക്ഷെ അവൻ ടീഷർട്ടൊക്കെ ആയിട്ട് കാണിച്ചു. പിന്നെ വേണ്ട, നീ എടുത്താ വലിച്ച് കൊച്ചു വള്ളിയല്ലേ, അതുകൊണ്ട് പിന്നെ വിട്ടതാണ്. ഇറങ്ങിട്ട് റീഫ്രഷ് ചെയ്താണ്. ഇറങ്ങിട്ട് റീഫ്രഷ് മുതുക്കി എന്തൊരു വള്ളികളാക്കണ്ട. ലോക്കർ പൈസ എടുത്തിട്ടില്ല. ഫുൾ ഫോം എന്ന് പേരാണ് എന്താന്നറിയോ അണ്ണാ? അല്ലല്ല അങ്ങനെ കിങ് ഗോഡ് ഫാദർ. കിങ് ഗോഡ് ഫാദർ. അവർ KGF-ന്റെ ഫുൾ ഫോമാ കിങ് ഗോഡ് ഫാദർ. ആ ഇതെനിക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം. പൈസ ലോക്കർ വരെ പൈസ എടുത്തിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. ബ്രോക്കൺ എക്സ് ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. എടാ ഒന്ന് മെമ്പർഷിപ്പിന്റെ കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ആക്കണം ആരേലും. അവിടെ ചില്ലായിട്ട് സംസാരിക്കുന്നു. ഇവിടെ ഗ്യാങ് ഇല്ലാത്ത നല്ല കത്തുന്നുണ്ടണ്ണ.